അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് ആ ഈരേഴു ലോകത്തിൻ്റെയും അമ്മയായ ഭഗവതിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗതം ഹസ്തഗതം രാജ്യം ക്ഷണാദിന്ദ്രാസനോപമം വനേ വാസസ്തു സംപ്രാപ്ത കോ വേദവിധി നിർമ്മിതം ബാലഭാവാച്ച വൈദേഹി ചലിതാ ചാവയോ സഹ നീതാ ദൈവേന ദുഷ്ടേന ശ്യാമാ ദുഃഖതരാം ദശാം ലങ്കേശസ്യ ഗൃഹേ ശ്യാമാ കഥം ദുഃഖം ഭവിഷ്യതി പതിവ്രതാ സുശീലാ ച മയി പ്രീതിയുതാ ഭൃശം ന ച ലക്ഷ്മണ വൈദേഹി സാ തസ്യ വശഗാ ഭവേൽ സ്വൈരിണീവ വരാരോഹ കഥം സ്യാഞ്ജനകാത്മജ ത്യജേൽ പ്രാണാൻ നിയന്ത്രിത്വേ മൈഥിലീ ഭരതാനുജ ന രാവണസ്യ വശഗാ ഭവേദിതി സുനിശ്ചിതം മൃതാ ചേജ്ജാനകീ വീര പ്രാണാൽ ത്യക്ഷ്യാമ്യ സംശയം മൃതാ ചേതസി താപാംഗി കിം മേ ദേഹേന ലക്ഷ്മണ ഏവം വിലപമാനം തം രാമം കമലലോചനം ലക്ഷ്മണ പ്രാഹധർമാത്മാ സാന്ത്വയൻ ഹൃദയാ ഗിരാ ധൈര്യം കുരു മഹാബാഹോ ത്യക്ത്വാ കാരതരതാമിഹ ആനയിഷ്യാമി വൈദേഹിം ഹത്വാ തം രാക്ഷസാധമം
ആപതി സമ്പതി തുല്യ ധൈര്യാൽ ഭവന്തി തേ ധീരാ അല്പധിയസ്തു നിമഗ്നാ കഷ്ടേ ഭവന്തി വിഭവേപി സംയോഗോ വിപ്രയോഗശ്ച ദൈവാധീനാവുഭാവപി ശോകസ്തു കീദൃശസ്തത്ര ദേഹേ നാത്മനി ച ക്വചിൽ രാജ്യാദ്യഥാവനേ വാസോ വൈദേഹ്യാഹരണം യഥാ തഥാ കാലേ സമീചീനേ സംയോഗോപി ഭവിഷ്യതി പ്രാപ്തവ്യം സുഖദുഃഖാനാം ഭോഗാൻ നിർവർത്തനം ക്വചിൽ നാന്യഥാ ജാനകീ ജാനേ തസ്മാച്ഛോകം ത്യജാധുനാ വാനരാ സന്തി ഭൂയാംസോ ഗമിഷ്യന്തി ചതുർദിശം ശുദ്ധിം ജനകനന്ദിന്യാ ആനയിഷ്യന്തി തേ കില ജ്ഞാത്വാ മാർഗസ്ഥിതിം തത്ര ഗത്വാ കൃത്വാ പരാക്രമം ഹത്വാ തം പാപകർമാണമാനയിഷ്യാമി മൈഥിലിം സർവത്ര ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കയ്യിൽ കിട്ടിയതാം ഇന്ദ്രപദമൊത്ത രാജ്യം പോയി വനവാസിയായി വിധി ആർക്കറിഞ്ഞിടും. ബാലഭാവത്തിൽ നമ്മോടു കൂടെ പോന്ന വൈദേഹിയും ദുഷ്ടനായ വിധിയുടെ ഇരയായല്ലോ. ലങ്കേശന്റെ ഗൃഹം തന്നിൽ എന്തെല്ലാം ദുഃഖമുണ്ടാകും. പതിവ്രത എന്നിലേറെ പ്രീതിയുള്ളവൾ. വൈദേഹി അവനു വശം വധയാകില്ലെന്നുറപ്പ്. ജനകജ എങ്ങനെ സ്വൈരിണിയായി മാറും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബലാത്കാരം ചെയ്തിടുകിൽ അവൾ പ്രാണനുപേക്ഷിക്കും. എങ്കിലും രാവണനവൾ വശപ്പെടില്ല. ജാനകി മരിച്ചിടിലോ ഞാനും പ്രാണനുപേക്ഷിക്കും. അവർ പോയാൽ ഈ ശരീരം പിന്നെ എന്തിന്. ഇങ്ങനെ വിലപിക്കുന്ന ചെന്താമര കണ്ണനോടു ധർമാത്മാവം ലക്ഷ്മണനോ ഏവം പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാബാഹോ മനസ്സിനെ നിയന്ത്രിക്കൂ, ഭയം വേണ്ട. മഹാദുഷ്ടൻ രാവണനെ കൊന്നിടും ഞാനും. ആപത്തിലും സമ്പത്തിലും ധൈര്യം പുലർത്തുന്നവൻ താൻ ധീരനെന്നുമറിയുക മമ സോദരാ. അല്പബുദ്ധികളായുള്ളോർ
എന്തെല്ലാമുണ്ടെന്നാകിലും അത്യധികം ക്ലേശത്തിലായി മുഴുകിടുന്നു. സമാഗമം വിരഹവും വിധിയെ ആശ്രയിച്ചല്ലോ, ദേഹത്തിനോ ആത്മാവിനോ എങ്ങനെ ദുഃഖം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യം വിട്ടു വനവാസം വേണ്ടി വന്നതുപോലവേ സീതാപഹരണവും സംഭവിച്ചു സത്യം. രണ്ടും കാലക്കേടുകൊണ്ടു സംഭവിച്ചു ഇതുപോലെ, കാലം അനുകൂലമായാൽ സംഗമം സാധ്യം. സുഖവും ദുഃഖവും നരൻ അനുഭവിക്കണം നൂനം, അതുകൊണ്ടു സീതാപതേ ദുഃഖം വെടിയൂ. വാനരന്മാർ പല വഴി പോയി സീതയെ കണ്ടെത്തും, വൃത്താന്തങ്ങളറിഞ്ഞവർ തിരിച്ചു വരും. വഴിയറിഞ്ഞു ഞാൻ ചൊല്ലും, ലങ്കാധീശൻ രാവണനെ വധിക്കും ഞാൻ, മൈഥിലിയെ കൊണ്ടുവന്നിടും. രാവണനെ വധിക്കും ഞാൻ, മൈഥിലിയെ കൊണ്ടുവന്നിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 312-ാമത്തെ ദിവസം ഇന്ന്. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 29-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ 42 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തത്, പാടിയത്, ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. രാമൻ സീതാവിരഹം കൊണ്ട് പീഡിതനായി ലക്ഷ്മണനുമായി സംസാരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ കേട്ടത്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഗതം ഹസ്തഗതം രാജ്യം ക്ഷണാദിന്ദ്രാസനോപമം. ഇന്ദ്രാസനോപമമായിരിക്കുന്ന, സ്വർഗം പോലെ സുന്ദരമായിരിക്കുന്ന ആ ഇന്ദ്രപദത്തിന് തുല്യമായിരിക്കുന്ന രാജ്യം എത്ര വേഗമാണ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. വനേ വാസസ്തു സംപ്രാപ്ത കോവേദ വിധി നിർമ്മിതം.
ഇപ്പോൾ വനത്തിലായി നമ്മുടെ താമസം. അപ്പോൾ ഈ വിധിയുടെ പ്രവൃത്തിയെക്കുറിച്ച് വിധി നിർമ്മിതം കോ വേദ, ആർക്കാണ് അറിയാൻ സാധിക്കുക? ബാലഭാവാച്ച വൈദേഹി ചലിതാ ചാവയോ ദസഹ. ബാലസ്വഭാവത്തോടു കൂടെയാണ്, വളരെ ചെറുപ്പം കുട്ടിയാണ് വൈദേഹി സീതാദേവി. നമ്മോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. നീതാ ദൈവേന ദുഷ്ടേന ശ്യാമാ ദുഃഖതരാം ദശ. ഇപ്പോൾ ദുഃഖതരമായ അവസ്ഥയിലേക്ക് ആ ദുഷ്ടനായ വിധി ആ സുന്ദരിയെ, ആ ശ്യാമ ദുഃഖതരാം ദശാം, ദുഃഖതരമായ അവസ്ഥയിലേക്ക് ആ സുന്ദരിയെ കൊണ്ടുപോയിരിക്കുന്നു. ലങ്കേശസ്യ ഗൃഹേ ശ്യാമ കഥം ദുഃഖം ഭവിഷ്യതി. ലങ്കാധിപന്റെ ഗൃഹത്തിൽ അവൾക്ക് എന്തൊക്കെ ദുഃഖങ്ങളാണോ ഉണ്ടാവുക. പതിവ്രത സുശീലാചാമയി പ്രീതിയുതാഭൃശം. ആ സീതയാകട്ടെ പതിവ്രതയാണ്, സുശീലയാണ്, എന്നിൽ അത്യധികം പ്രീതിയുള്ളവളുമാണ്. അതുകൊണ്ട് തന്നെ നച ലക്ഷ്മണ, ലക്ഷ്മണ വൈദേഹി സാ തസ്യ വശക ന ഭവേൽ. ആ വൈദേഹി അവന് വശപ്പെടുകയില്ല, അതെനിക്ക് ഉറപ്പാണ്. സ്വൈരിണീവ വരാരോഹ കഥം സ്യാ ജനകാത്മജ. ജനകാത്മജയ്ക്ക്, ആ ജനകജയായിരിക്കുന്ന വൈദേഹിക്ക്, സീതയ്ക്ക് എങ്ങനെയാണ് സ്വൈരിണീവ, സ്വൈരിണിയെപ്പോലെ, ഒരു വേശ്യയെപ്പോലെ ആവാൻ സാധിക്കുക? ഓരോ പുരുഷന്മാരെയും സ്വീകരിക്കാൻ അവൾക്ക് സാധിക്കില്ല. അവൾ പതിവ്രതയാണ്, സുശീലയാണ്, എന്നിൽ അത്യധികം പ്രീതിയുള്ളവളുമാണ്. ത്യജേൽ പ്രാണാൻ നിയന്ത്രിത്വേ മൈഥിലീ ഭരതാനുജ ന രാവണസ്യ വശക ഭവേദിതി സുനിശ്ചയം. മൈഥിലിയെ ഇനി ബലാത്കാരം ചെയ്താൽ ത്യജേൽ പ്രാണൻ, അവൾ അവളുടെ പ്രാണനെ ഉപേക്ഷിക്കും. ഒരിക്കലും രാവണന് വശകയായിട്ട് തീരില്ല, വശകതയാവുകയില്ല നമ്മുടെ ഈ സീതാദേവി, മൈഥിലി എന്ന് ഭരതാനുജനായിരിക്കുന്ന ലക്ഷ്മണനോട് പറയുന്നു. മൃതാ ചേ ജാനകി വീര. അങ്ങനെ ജാനകി മരിക്കുകയാണെങ്കിൽ പ്രാണാൽ ത്യക്ഷ്യാമ്യ സംശയം, ഞാനും എൻ്റെ ഈ പ്രാണൻ ഒടുക്കും, യാതൊരു സംശയവും ഇല്ല എന്നാണ്. മൃതാ ചേത് അസിതാപാംഗി കിമ്മേ ദേഹേന ലക്ഷ്മണ. ആ അസിതാപാംഗി, ആ സുന്ദരി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ പോയാൽ ഞാനും എൻ്റെ ശരീരം, എൻ്റെ ഈ പ്രാണനെ ഉപേക്ഷിക്കും. ഏവം വിലപമാനം തം രാമം കമലലോചനം. കമലലോചനായിരിക്കുന്ന, താമരക്കണ്ണനായിരിക്കുന്ന രാമൻ ഇങ്ങനെ വിലപിക്കുമ്പോൾ രാമനോട് ലക്ഷ്മണപ്രാഹ ധർമാത്മാ, ധർമാത്മാവായി തീർന്ന ലക്ഷ്മണൻ സാന്ത്വയൻ ഹൃദയാ ഗിര, ഏറ്റവും ഉചിതമായ സാന്ത്വന വാക്കുകൾ പറഞ്ഞു ലക്ഷ്മണൻ. എന്താ ലക്ഷ്മണൻ പറഞ്ഞത്? ധൈര്യം ഗുരു മഹാബാഹോ. ഹേ മഹാബാഹോ, അങ്ങ് ധൈര്യമായിരിക്കും. ത്യക്വാ കാതരതാമിഹ, ആ മനഃശാഞ്ചല്യം വെടിഞ്ഞ് ധൈര്യമായിരിക്കുക. ആനയിഷ്യാമി വൈദേഹിം ഹത്വാദം രാക്ഷസാധവം. ഞാൻ ആ രാക്ഷസാധമനെ, രാക്ഷസന്മാരിൽ അധമനായിരിക്കുന്ന രാവണനെ നിഗ്രഹിച്ച് ആ വൈദേഹിയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നു തരും. ആപതി സമ്പതി തുല്യ, ആപത്തിലും സമ്പത്തിലും തുല്യമായ ധൈര്യാത്, ധൈര്യമുള്ളവൻ തേ ധീരാഭവന്തി, അവരാണ് ധീരന്മാര്. ആപത്ത് വന്നാലും സമ്പത്ത് വന്നാലും ഒരേപോലെ നിൽക്കാൻ സാധിക്കുന്നവരാണ് ധീരന്മാര്. അല്പധിയസ്തു, അല്പബുദ്ധിയുള്ള ആളുകൾ നിമഗ്ന കഷ്ടേ ഭവന്തി വിഭവേപി, അവർക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ട്, ദ്രവ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് ദുഃഖാർദ്രമായ ജീവിതത്തോടു കൂടി ആ ദുഃഖസമുദ്രത്തിൽ മുങ്ങി ക്ലേശത്തിൽ പെട്ടിരിക്കും എപ്പോഴും. ബുദ്ധിമാന്മാരോ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണും, ആപത്തിനെയും വിപത്തിനെയും കാണുന്നത് പോലെ തന്നെ സമ്പത്തിനെയും കാണും. അപ്പൊ ആപത്തിലും സമ്പത്തിലും ഒരുപോലെ നിൽക്കുന്നവരാണ് ബുദ്ധിമാന്മാർ, ധൈര്യമുള്ളവർ, ധീരന്മാർ. സംയോഗോ വിപ്രയോഗശ്ച ദൈവാധീനാവുഭാവപി, സമാഗമവും വിരഹവും രണ്ടും ദൈവാധീനം, വിധിയെ അനുസരിച്ചാണ് നിൽക്കുന്നത്. ആ നിലയ്ക്ക് ശോകസ്തു കീദൃശസ്തത്ര ദേഹേന ആത്മനി ചക്വചിൽ. അപ്പൊ ദേഹത്തിനോ ആത്മാവിനോ എങ്ങനെയാണ് ദുഃഖമുണ്ടാവുക? രാജ്യാദ്യഥാവനേ വാസോ
വൈദേഹ്യാഹരണം യഥാ, രാജ്യം വെടിയേണ്ടി വന്നതും വനത്തിൽ താമസിക്കേണ്ടി വന്നതും ഇപ്പം ഇതാ വൈദേഹിയെ നഷ്ടപ്പെട്ടതും ഒക്കെ സംഭവിച്ചു. തഥാകാലേ സമീചീനെ സംയോഗോപി ഭവിഷ്യതി, രണ്ടും കാലക്കേട് കൊണ്ട് സംഭവിച്ചതാണ്. അതേപോലെ സംയോഗവും ഉണ്ടാവും. വിരഹം തീർന്ന സംഗമം എന്ന നിലയത്തിലേക്ക് എത്തും കാലം അനുകൂലമാകുമ്പോൾ. പ്രാപ്തവ്യം സുഖദുഃഖാനാം ഭോഗാൻ നിർവർത്തനം ക്വചിൽ, സുഖമായാലും ദുഃഖമായാലും മനുഷ്യൻ അനുഭവിച്ചേ മതിയാവും. നാന്യഥാ ജാനകീ ജാനേ, ജാനകീപതിയായിരിക്കുന്ന അല്ലയോ രാമചന്ദ്ര ഏട്ട, തസ്മാത് ശോകം ത്യജാധുന, അധുന ശോകം ത്യജ, അതുകൊണ്ട് ഇപ്പോ ശോകത്തെ ഉപേക്ഷിക്കും. വാനരാസന്തി ഭൂയാംസോ ഗമിഷ്യന്തി ചതുർദിശം, നാല് ദിക്കിലേക്കും വാനരന്മാര് ധാരാളമുണ്ട് അല്ലേ. വാനരാ സന്ധി ഭൂയാംസോ, അവരൊക്കെ ചതുർദിശം ഗമിഷ്യന്തി, നാല് ദിക്കിലേക്കും യാത്രയായിട്ടുണ്ട്. ശുദ്ധിം ജനകനന്ദിന്യ ആനയിഷ്യന്തി തേകില, അവർ ആ ജനകപുത്രിയുടെ ജനകജയുടെ സീതയുടെ വൃത്താന്തം ശേഖരിച്ച് അവർ തീർച്ചയായും തിരിച്ചു വരും. എവിടെയാണ് സീത എന്ന് അവരറിഞ്ഞു വരും. അങ്ങനെ വന്നാലോ ജ്ഞാത്വാ മാർഗസ്ഥിതിം തത്ര, ആ ജനകജ എവിടെയാണ് എന്നുള്ളതിൻ്റെ വഴി അറിഞ്ഞു കഴിഞ്ഞാൽ തത്ര ഗത്വാ പരാക്രമം, അവിടെ ചെന്ന് എന്തു ചെയ്യും? അവിടെ ചെന്ന് എൻ്റെ പരാക്രമത്തെ ഞാൻ അവിടെ കാണിക്കും. ആ പാപിയെ ഹത്വാതം പാപകർമാണം ആനയിഷ്യാമി മൈഥിലിം, ആ പാപിഷ്ഠനായ ദുഷ്ടാത്മാവായിരിക്കുന്ന രാക്ഷസാധവനായിരിക്കുന്ന രാവണനെ ഞാൻ നിഗ്രഹിക്കും. എന്നിട്ടോ അവിടെ ആ രാവണനെ നിഗ്രഹിച്ച് സീതയെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയുന്നു. ആനയിഷ്യാമി മൈഥിലിം എന്ന് പറയുന്ന 42-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.